നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇമേജ് മാറ്റത്തിനൊരുങ്ങി മുസ്ലിം ലീഗ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതര സമുദായ അംഗങ്ങളെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചതിന് വലിയ കയ്യടി കിട്ടിയതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ രീതി പിന്തുടരാനാണ് ആലോചന. തെരഞ്ഞെടുപ്പിൽ പരിചയസമ്പന്നർക്കൊപ്പം വനിതകൾക്കും പുതുമുഖങ്ങൾക്കും അവസരം നൽകുമെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി അഡ്വക്കേറ്റ് AP സ്മിജിയെ നിയോഗിക്കാനുള്ള മുസ്ലിം ലീഗിന്റെ തീരുമാനത്തിന് വലിയ പിന്തുണയും അംഗീകാരവും ലഭിച്ചതോടെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും കൂടുതൽ ഇതര സമുദായ അംഗങ്ങളെ മത്സരിപ്പിക്കണമെന്ന ആലോചനയിലേക്ക് മുസ്ലിം ലീഗ് കടക്കുന്നത്. മുസ്ലിം ലീഗിനെതിരെ വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന വെള്ളാപ്പള്ളിക്ക് മറുപടി നൽകുക എന്നതും ഇതര സമുദായ അംഗങ്ങളെ മത്സരിപ്പിക്കുന്നതിലൂടെ ലീഗ് ലക്ഷ്യം വെക്കുന്നുണ്ട്. ഇതിനു പുറമെ വനിതകളുടെയും യുവാക്കളുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കാനും ശ്രമം നടത്തും. മുസ്ലിം ലീഗ് അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ട് തന്നെയാണ് സ്ഥാനാർത്ഥികളെ നിർത്താറ്. അതിൽ വനിതകളുടെ പ്രാതിനിധ്യം ഉണ്ടാവും, യുവജനങ്ങളുടെ പ്രാതിനിധ്യം ഉണ്ടാവും, ഇതര സമുദായ അംഗങ്ങളുടെ പ്രാതിനിധ്യം ഉണ്ടാവും. ജനറൽ സീറ്റിൽ പോലും ഞങ്ങൾ ഇതര സമുദായക്കാരെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടപ്പിലാക്കിയ 3 തവണ തുടർച്ചയായി ജയിച്ചവർ മത്സരിക്കേണ്ടതില്ലെന്ന ടേം വ്യവസ്ഥ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടപ്പാക്കില്ലെന്ന സൂചനയും PMA സലാം നൽകുന്നു. ടേം വ്യവസ്ഥയേക്കാൾ വിജയസാധ്യതയ്ക്ക് മുൻഗണന നൽകുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ടേം വ്യവസ്ഥ വയ്ക്കാൻ മുസ്ലിം ലീഗിന് പ്രയാസമൊന്നുമില്ല. പക്ഷെ അത് വേണോ അല്ലെങ്കിൽ വിജയസാധ്യത പരിഗണിക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പാർട്ടി കൂടിയിട്ട് തീരുമാനിക്കും. ജനുവരി 5-ന് കോഴിക്കോട് ചേരുന്ന പ്രവർത്തക സമിതി യോഗത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയത്തിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട സമീപനങ്ങളെക്കുറിച്ചും ചർച്ചകളുണ്ടാകും. ന്യൂസ് മലയാളം, മലപ്പുറം.